ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് വളരെ സ്പെഷ്യലായിട്ടുള്ള റീഡിംഗ് ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോളാർ എക്ലിപ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ്. മെയിനായിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു എക്ലിപ്സ് വന്നിട്ട് എന്ത് ബ്ലെസ്സിങ്സ് ആണ് കൊണ്ടുവരുന്നത്, എന്ത് ന്യൂ ബിഗിനിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏപ്രിൽ 8 വന്നിട്ട്, അതായത് മൺഡേ ആണ് സോളാർ എക്ലിപ്സ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഓപ്ഷൻസ് എടുത്തു വച്ചിട്ടുണ്ട്. 3 പൈൽസ് ആണിത്. ഇതാണ് ഓപ്ഷൻ നമ്പർ 1, പീസ് കീപ്പർ, ലെറ്റ് ഗോ ഓഫ് നീഡ് ടു ബി റൈറ്റ്. സെക്കൻഡ് ഓപ്ഷൻ വന്നിട്ട് കണ്ടംപ്ലേഷൻ. ഓക്കെ, ഇത് യൂണിക്കോണിൻ്റെ എനർജിയാണ്. തേർഡ് വന്നിട്ട് ലിസണിങ്, ലിസൺ ആൻഡ് ദ ആൻസർ വിൽ ബി റിവീൽഡ്. ഇതിലും നമുക്ക് യൂണിക്കോൺ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒത്തിരി ആനിമൽ സ്പിരിറ്റിൻ്റെ എനർജിയും ഉണ്ട്. സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യഗ്രഹണമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു പൈൽ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് പീസ് കീപ്പറാണ്. ലെറ്റ് ഗോ ഓഫ് ദ നീഡ് ടു ബി റൈറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1, താങ്ക് യു. Pile number 1. Elder, move beyond ancestral patterns. Okay. Shield maiden, make plans and focus. Lord, take charge with authority. ഇവിടെ മെയിനായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സോളാർ എക്ലിപ്സിന് ശേഷം മെയിൻ ഒരു ചേഞ്ച് സംഭവിക്കുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിലാണ്. ഓക്കെ, കുറച്ചും കൂടെ കറേജിയസ് ആയിട്ട്, കുറച്ചും കൂടെ ധൈര്യത്തോടു കൂടി നിങ്ങൾ ലൈഫിനെ കാണാനായിട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, നിങ്ങൾ കാര്യങ്ങളെ കാണുന്ന രീതി, അവിടെയെല്ലാം ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കടും പിടുത്തം പിടിച്ചിരിക്കുക എന്ന് പറയില്ലേ, മാറാനായിട്ട് താല്പര്യമില്ലാതിരിക്കുന്ന എനർജിയാണ്. ഓക്കെ, അതിലെല്ലാം കുറേ അയവ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു സമയം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇത് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, നേതൃത്വ പാടവം, അത് തിരിച്ചറിയാനായിട്ട്, ഓക്കെ, ആ ഒരു എനർജി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ മെയിനായിട്ടൊരു ഷിഫ്റ്റ് സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ടിരിക്കുന്ന സമയത്ത്, നിങ്ങൾ ധൈര്യത്തോടു കൂടി ലൈഫിനെ ഫേസ് ചെയ്യണ സമയത്ത് നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും ഒരു അലൈൻമെൻറ്റിലോട്ട് വരുന്നതാണ്, ഒരു ബാലൻസിലോട്ട് വരുന്നതാണ്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു മെയിൻ ഷിഫ്റ്റ്, ഒരു ചേഞ്ച് വന്നിട്ട് നിങ്ങളുടെ തന്നെ പേഴ്സണാലിറ്റിയിലാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത്, ലീഡർഷിപ്പ് ക്വാളിറ്റി, കറേജ്, അതിലെല്ലാം ചേഞ്ചസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൽഡർ, മൂവ് ബിയോണ്ട് ആൻസിസ്ട്രൽ പാറ്റേൺസ് വന്നിട്ട് ഇവിടെ ഈ ഒരു സോളാർ എക്ലിപ്സിനു ശേഷം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി നിങ്ങളുടെ ഉള്ളിലുള്ള ആൻസിസ്ട്രൽ പാറ്റേൺസ്, അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മളുടെ DNA-യിൽ ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്, ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ്. ആ ഒരു സൈക്കിൾ ബിഗിൻ ചെയ്യുന്നതായിട്ട്, സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ കുറേ കൂടെ സ്പിരിച്വൽ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്, ആൻസിസ്ട്രൽ പാറ്റേൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ
എന്താ പറയുക, നെഗറ്റീവായിട്ടുള്ളതായിരിക്കത്തില്ല. കുറച്ച് പേർക്ക് നിങ്ങളുടെ ആൻസിസ്ട്രിയിൽ സ്ട്രോങ് ആയിട്ടുള്ള സ്പിരിച്വൽ എനർജി ഉണ്ടാകും. ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ട് നോക്കുക. കുറച്ച് പേർക്ക് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലെ എന്തെങ്കിലുമൊക്കെ ഹീൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ച എന്തെങ്കിലും പാറ്റേൺസ്, എന്തെങ്കിലും കാര്യങ്ങൾ, അത് നിങ്ങൾ മാറ്റാനായിട്ട് കുറച്ചും കൂടെ ശ്രമിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ നിങ്ങളുടെ എഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ തേർഡ് ഐ ചക്ര, ഓക്കെ, അതായിട്ട് കണക്ട് ചെയ്യാനായിട്ട് അവിടെ ബാലൻസ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. മെഡിറ്റേഷൻ, യോഗ, അതിലെല്ലാം കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ടാകാം. ഈ ഒരു ന്യൂ ഫേസിൽ വന്നിട്ട് കുറച്ച് പേര് ഈ ഒരു പുതിയ ഫേസിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ന്യൂ സ്കിൽസ് ലേൺ ചെയ്യുന്നുണ്ടാകാം. പുതിയ കാര്യങ്ങളെക്കുറിച്ചിട്ട് പഠിക്കുന്നുണ്ടാകാം. ഇത് സ്പിരിച്വൽ ആയിരിക്കാം, സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ അബണ്ടൻസ് കൊണ്ടുവരാം, മണി എങ്ങനെ മാനേജ് ചെയ്യാം, ഓക്കെ, എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ കുറച്ചും കൂടെ എന്താ പറയുക ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട്, പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ഈ ഒരു ന്യൂ സൈക്കിളിൽ ശ്രമിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേര് ഈ ഒരു സൈക്കിളിൽ വന്നിട്ട് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സായിട്ട്, നിങ്ങളുടെ പിതൃക്കളായിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവരിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പിരിച്വൽ ഗൈഡൻസ് റിസീവ് ആകുന്നതാണ്. ഓക്കെ, ഈ ഒരു വരാൻ പോകുന്ന ന്യൂ സൈക്കിളിൽ ഇവിടെ ഷീൽഡ് മെയ്ഡൻ, മേക്ക് പ്ലാൻസ് ആൻഡ് ഫോക്കസ് വന്നിട്ട് നിങ്ങളുടെ എനർജി ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ്. ആ ഒരു മേഖലയിൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ ഒത്തിരി നിങ്ങളുടെ ഫാമിലിയിലായിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന പല കാര്യങ്ങളും നടക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്കത് കമ്മ്യൂണിക്കേഷൻ ത്രൂ ആയിരിക്കാം, നിങ്ങൾ കേൾക്കുന്ന വാക്കുകളായിരിക്കാം, കുറച്ച് പേർക്ക് സോഷ്യൽ മീഡിയ ത്രൂ ആയിരിക്കാം. ഓക്കെ, അവിടെയെല്ലാം കുറച്ചും കൂടെ നിങ്ങൾ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറേ കൂടെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്താണ് വേണ്ടത്, എൻ്റെ ലൈഫിൽ എവിടെയാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത്, അതിലെല്ലാം കുറച്ചും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു എനർജി മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടെ അടുക്കും ചിട്ടയും കൊണ്ടുവരിക, കുറച്ചും കൂടെ ബാലൻസ് കൊണ്ടുവരിക. ലൈഫിൽ എന്താണോ വേണ്ടത് അതിനെക്കുറിച്ചിട്ട് ഒരു പ്ലാൻ ചെയ്യുക. ആ പ്ലാൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ഇൻറ്റൻഷൻ നിങ്ങളുടെ മനസ്സിൽ വന്നതിന് ശേഷം അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. ആ ഒരു കാര്യങ്ങളെല്ലാം ഈ ഒരു സൈക്കിളിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു എക്ലിപ്സിന് ശേഷം. ഓക്കെ, ബാക്കിൽ വന്നിട്ട് വാവ് ഹെർമിറ്റാണ്, റിട്രീറ്റ് ആൻഡ് റീചാർജ്. അഗെയിൻ ആ ഒരു സ്പിരിച്വൽ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ സ്പിരിച്വൽ എനർജി ആയിട്ട് കണക്ട് ചെയ്യുക, സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, കുറച്ചും കൂടെ പീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, സമാധാനം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു നമ്മുടെ ആ ഉള്ളിലുള്ള ആ ഒരു എനർജി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അഗെയിൻ ഹെൽത്തി ബൗണ്ടറി. ഓക്കെ, കുറച്ച് പേര് നിങ്ങളുടെ എനർജി റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ടാകാം. കുറച്ച് പേര് എലോൺ ടൈം ആയിരിക്കാം. നിങ്ങളുടെ ആ ഒരു മെൻ്റൽ എനർജി, ഇമോഷണൽ എനർജി ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മേടിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്, അതായത് ഫോർ എക്സാമ്പിൾ ക്രിസ്റ്റൽസ്, രുദ്രാക്ഷം, ചിലപ്പോൾ ക്യാൻഡിൽസ് മേടിച്ച് അത് കത്തിക്കുക, ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യുക, കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യുക, അതെല്ലാം ചെയ്യുന്നതായിട്ടും ഈ ഒരു ഫേസിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദേവിയുടെ എനർജി, ഡിവൈൻ ഫെമിനിൻ്റെ എനർജി ഇവിടെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. ആ ഒരു സ്പേസിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഹീലിംഗ് ലഭിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. താങ്ക് യു.
Pile number 1. Pile number 1. Thank you. Thank you. Thank you. Justice. Seven of Swords. The Fool. Five of Pentacles. The Lovers. Five of Cups. ബാക്കിൽ വന്നിട്ട് കിങ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. എഗെയിൻ ഈ ഒരു സെയിം എനർജിയാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി, നേതൃത്വ പാടവം, കുറച്ചും കൂടെ കോൺഫിഡൻസിൻ്റെ എനർജി. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇവിടെ വന്നിട്ട് ഫൈവ് ഓഫ് കപ്സ് ആൻഡ് ലവേഴ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇത് ഫാമിലി ഹീലിംഗ് ആണ്, റിലേഷൻഷിപ്പ് ഹീലിങ്ങിൻ്റെ എനർജിയാണ്. പാസ്റ്റിൽ ആ ഒരു ഏരിയയിൽ ഒത്തിരി വിഷമങ്ങൾ നിങ്ങൾ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹീലിംഗ്, കുറച്ചും കൂടെ കോൺഫിഡൻസോടു കൂടി ലൈഫിനെ കാണാനായിട്ട് ശ്രമിക്കുക. റിലേഷൻഷിപ്പ് ഹീലിംഗ്, ലവേഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു ഹീലിംഗ്, അതെല്ലാം ഈ ഒരു ഫേസിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അവിടെയെല്ലാം ഷിഫ്റ്റ് സംഭവിക്കുന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. കുറച്ച് പേരിവിടെ തിരിച്ചറിയുന്നതാണ്. ഓക്കെ, എവിടെയാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒത്തിരി ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയിൽ നഷ്ടപ്പെട്ട കാര്യങ്ങളാണ്, എന്താ പറയുക, സാഡ്നെസ് ആണ്. പക്ഷെ നിങ്ങൾ തിരിച്ചറിയുന്നതാണ് എത്രയൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചാലും എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഈ ഒരു 2 കപ്സ് ഇപ്പോഴും എൻ്റെ സ്പേസിലുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എനർജി കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജി തിരിച്ചറിഞ്ഞിട്ട് എവിടെയാണോ നിങ്ങളുടെ സ്ട്രെങ്ത്, എവിടെയാണോ നിങ്ങളുടെ പൊട്ടൻഷ്യൽ, അത് തിരിച്ചറിഞ്ഞിട്ട് ലൈഫിൽ കുറച്ചും കൂടെ ബോൾഡായിട്ട് വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ വരണ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പാസ്റ്റിൽ ഒത്തിരി നിങ്ങൾ ആ ഒരു എനർജിയിൽ ഒത്തിരി ഇരുന്നിട്ടുണ്ടെങ്കിൽ, എന്താ പറയുക, പാസ്റ്റിൽ നിന്ന് എന്തൊക്കെയോ എനിക്ക് ഇനിയും കിട്ടാനുണ്ട്, എനിക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ റിസീവ് ചെയ്യാനുണ്ട്, ആ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റിസ് ആൻഡ് സെവൻ ഓഫ് സോഡ്സ് വന്നിട്ട് ഈ ഒരു സെയിം ആ ഒരു പാറ്റേണിൻ്റെ എനർജിയാണ്. അവിടെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട്, കാർമിക് ബാലൻസ് കൊണ്ടുവരാനായിട്ടുള്ള ആ ഒരു ന്യൂ ഫേസിലോട്ട്, ഒരു ചാപ്റ്ററിലോട്ട് നിങ്ങൾ കടക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു സെവൻ ഓഫ് സോഡ്സിൽ വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം. ആ ഒരു എനർജി, ആ ഒരു സെൽഫ് സാബോട്ടേജിങ് എനർജി, നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ വില്ലനാകുന്ന ആ ഒരു എനർജി, നിങ്ങൾ തന്നെ എന്താ പറയുക, പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കുന്ന ആ ഒരു എനർജി, ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത എനർജി. ഓക്കെ, അതെല്ലാം നിങ്ങളിവിടെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. അത് ലൈഫിലെ ടെമ്പററി ആയിട്ടുള്ള എന്താ പറയുക, ഒരു ലോങ് ടേമിലല്ല, ഒരു ചെറിയൊരു കാലഘട്ടത്തിൽ എൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അതിൽ നിന്ന് ലെസൺസ് ഉൾക്കൊണ്ടിട്ട്, അറിവുകൾ ഉൾക്കൊണ്ടിട്ട് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതാണ്. ആ ഒരു ജേണിയാണ് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ജേണിയിൽ വന്നിട്ട് നിങ്ങളുടെ ആക്ഷൻസ്, നിങ്ങളുടെ വേർഡ്സ്, നിങ്ങളുടെ തോട്ട്സ്, നിങ്ങൾ ചിന്തിക്കുന്ന രീതി, നിങ്ങൾ ആക്ഷൻസ്, കാര്യങ്ങൾ ചെയ്യുന്ന രീതി, നിങ്ങളുടെ തോട്ട് പ്രോസസ്സ്, അതെല്ലാം ഒരു ബാലൻസിലോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ലോങ് പ്രോസസ്സായിരിക്കാം. ഓക്കെ, ഘട്ടം ഘട്ടമായിട്ട്, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു ഹീലിംഗ് നടക്കുന്നത്. അപ്പോൾ കുറച്ചൊരു പേഷ്യൻസിൻ്റെ ആവശ്യം എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാർമിക് ബാലൻസ് ആണ്. നിങ്ങൾക്ക് ഗുഡ് കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജി റിട്ടേൺ ആയിട്ട് ഈ ഒരു ഫേസിൽ വരുന്നതാണ്.
കുറച്ച് പേർക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ എന്തെങ്കിലുമൊക്കെ ഗുഡ് കർമ്മ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ അത് നിങ്ങൾ തിരിച്ചറിയുന്നതായിട്ട്, അത് നിങ്ങൾ കുറച്ചും കൂടെ പോളിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു ഫേസിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ പാറ്റേൺസിലൊരു ഹീലിംഗ് ആണ് നെക്സ്റ്റ് ഫേസിൽ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു എനർജിയിൽ വന്നിട്ട് ഫുൾ കാർഡ് വന്നിട്ട് ന്യൂ ബിഗിനിങ് ആണ്. ഈ ഒരു 5 ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിട്ട് ലാക്ക് മെൻറ്റാലിറ്റിയാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിൽ തന്നെ ഒത്തിരി ഹീലിംഗ് ആവശ്യമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം. ഓക്കെ, അതെല്ലാം ഇവിടെ ഒരു ഹീലിങ്ങിലോട്ട് വരുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് ലോൺലിനെസ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇത് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലാക്ക് മെൻറ്റാലിറ്റിയാണ്. അതിലെല്ലാം ഒരു ചേഞ്ച്, ഒരു ഷിഫ്റ്റ്, നിങ്ങളൊരു അബണ്ടൻറ്റ് മെൻറ്റാലിറ്റിയിലോട്ട്, ഒരു അബണ്ടൻസിലോട്ട് കടക്കുന്നതായിട്ടാണ് ഈ ഒരു എനർജിയിൽ, ആ ഒരു ഏരിയയിൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത്, സ്ട്രോങ് ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന സമയത്ത്, ഫോക്കസ്ഡ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്ന സമയത്ത്, കുറച്ചും കൂടെ അടുക്കും ചിട്ടയും കൊണ്ടുവരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ സ്റ്റാർട്ട് സംഭവിക്കുന്നതാണ്. പാസ്റ്റിലുള്ള ആ ബാഗേജ് അതെല്ലാം കുറച്ചും കൂടെ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട്, ഒരു ലൈറ്ററായിട്ടുള്ള എനർജിയിൽ മൂവ് ഓൺ ചെയ്യാനായിട്ട് ഈ ഒരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേറെ എന്ത് മെസ്സേജസ് ആണോ ഉള്ളതെന്ന് നോക്കാം. പായൽ നമ്പർ 1 വേറെ എന്ത് മാറ്റങ്ങളിൽ കൂടെയാണ് പായൽ നമ്പർ 1 കടന്നു പോകുന്നത്? കുറച്ച് പേർക്ക് നിങ്ങളുടെ എൽഡേഴ്സ്, മുതിർന്നവർ, അവരിൽ നിന്നിട്ടുള്ള ഒത്തിരി ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റുട്ടീൻ ചേഞ്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു വൈബ്രൻറ്റ് എനർജിയിലോട്ട് വരാനായിട്ടും കുറച്ച് പേർക്ക് ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ഫാമിലി ലൈഫിലൊരു സ്റ്റെബിലിറ്റിയും ആകാം. വേറെ എന്ത് മാറ്റങ്ങളാണ്, ബ്ലെസ്സിങ്സ് ആണ്, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് ആണ് പായൽ നമ്പർ 1 ലൈഫിൽ നടക്കുന്നത്? താങ്ക് യു. വാവ്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്, ഒരു അലൈൻമെൻറ്റിലോട്ട് വരുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളെ കുറച്ചും കൂടെ നർച്ചർ ചെയ്യാനായിട്ട്, കെയർ ചെയ്യാനായിട്ട്, ആ ഒരു മദറിൻ്റെ എനർജി, ആ ഒരു കമ്പാഷൻ്റെ, ആ ഒരു സ്നേഹത്തിൻ്റെ എനർജിയിലോട്ട് നിങ്ങൾ റിട്ടേൺ ആയിട്ട് വരുന്നതായിട്ടും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്, തിരിച്ചു വരുന്നതായിട്ട്. കുറച്ച് പേർക്ക് ഇത് എഗെയിൻ നിങ്ങളുടെ മദറിൻ്റെ സൈഡിൽ നിന്നിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ് ആയിരിക്കാം. താങ്ക് യു. വേറെ എന്തൊക്കെ ട്രാൻസ്ഫോർമേഷനാണ് പായൽ നമ്പർ 1 ലൈഫിൽ സംഭവിക്കുന്നത്? താങ്ക് യു. എഗെയിൻ ക്യൂനാണ് വന്നിരിക്കുന്നത്, ക്യൂൻ ഓഫ് കപ്സ്. കുറച്ച് പേർക്ക് പീസ് ഓഫ് മൈൻഡാണ്. എഗെയിൻ ഇതിലും ആ ഒരു സ്പിരിച്വൽ എനർജി, മെഡിറ്റേഷൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് ഹീലിങ്ങിന് വേണ്ടിയിട്ട് സമയമെടുക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ്. നമുക്കിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ നമ്മളുടെ എൻവയറമെൻറ്റ്, നമ്മളിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു സ്പേസ് നമുക്ക് വേണം. അത് കുറച്ച് പേര് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അൾത്താർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പ്ലേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് ഇമോഷണൽ ഹീലിംഗ് ആണ്. ഇവിടെ വന്നിട്ട് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേരുടെ ലൈഫിൽ നിങ്ങൾ സോൾമേറ്റിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് എഗെയിൻ റിലേഷൻഷിപ്പ് ഹീലിംഗ് ആണ്. ഓക്കെ, ലവ് റൊമാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ്, എന്തെങ്കിലുമൊക്കെ മെസ്സേജസ്
എന്തെങ്കിലുമൊക്കെ ന്യൂസ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ആ ഒരു മെസ്സേജ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഡെസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒത്തിരി ഹീലിംഗ്, ഹാപ്പിനെസ് കൊണ്ടുതരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് മാരേജിൻ്റെ എനർജിയാണ്. ഓക്കെ, പ്രപ്പോസൽ ആയിരിക്കാം, എൻഗേജ്മെൻ്റ് ആയിരിക്കാം. അത് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ആയിരിക്കാം. അഗെയിൻ കിങ്, നൈറ്റ് ഓഫ് കപ്സ്, അഗെയിൻ ക്യൂനും കിങ്ങും വന്നിട്ടുണ്ട്. ഇത് മെൻ്റൽ സ്ട്രെസ്സ്, അതിൽ നിന്ന് നിങ്ങൾക്കൊരു റിലീഫിൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ മെൻ്റലി നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് പേര് ഒരു സറണ്ടറിൻ്റെ എനർജിയിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് കുറച്ച് പേര് ഒരു സെൽഫ് അക്സെപ്റ്റൻസിലോട്ട് വരുന്നതാണ്. നിങ്ങളുടെ ലൈഫിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡിയാകുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ലൈഫിൽ വേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ എന്താ പറയുക, ആ ഒരു എനർജി കറക്റ്റായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. അത് അട്രാക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും നോളേജ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ലോ ഓഫ് അട്രാക്ഷൻ ആയിരിക്കാം. നിങ്ങൾ പാസ്റ്റിൽ ചേസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ ഒരു സമയത്ത് വന്നിട്ട് നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ, നിങ്ങളൊരു അലൈൻമെൻറ്റിലോട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു ഹൈ വൈബ്രേഷനിലോട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള ആ ഒരു നോളേജ്, അറിവ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആ ഒരു എനർജിയിൽ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റൂട്ട് ചക്ര ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റി, ആ ഒരു എനർജി എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫൈനൽ മെസ്സേജ് നോക്കാം. സിക്സ് ഓഫ് സോഡ്സ്, ഇവിടെ മൂവ്മെൻ്റ് ആണ്. കുറച്ച് പേർക്ക് ട്രാവൽ ബ്ലെസ്സിങ് ആയിരിക്കാം. കുറച്ച് പേര് ഇവിടെ റിട്ടേൺ ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, തിരിച്ചു വരുന്നതായിട്ട്. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളെ എന്താ പറയുക, ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. കരിയറിലൊരു ഷിഫ്റ്റ്, ചേഞ്ച്, പ്രൊമോഷൻ, ആ ഒരു എനർജി, അല്ലെങ്കിൽ പ്ലേസ് മാറുക, ഓക്കെ, വേറൊരു സ്ഥലത്തോട്ട് പോകുക, ആ ഒരു എനർജിയും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരിവിടെ ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും എനർജി ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ട് വരുന്നതുമാകാം. നിങ്ങളെ ഒത്തിരി ഇവിടെ മെൻ്റലി ഡിസ്റ്റർബ് ചെയ്യുന്ന എനർജി ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടന്നിട്ട് ഇവിടെ കിങ് ഓഫ് വാൻസിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കോൺഫിഡൻസോടുകൂടി നിങ്ങൾ ചിലപ്പോൾ പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കാം. ഓക്കെ, ഇതിൽ ബാക്കിൽ വന്നിട്ട് ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, ഇത് കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. ബാക്കിൽ വന്നിട്ട് കണ്ടോ 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. മെൻ്റൽ ടെൻഷൻ, അതിൽ നിന്നെല്ലാം നിങ്ങൾ ലൈറ്റിലോട്ട് കടക്കുന്നതായിട്ടാണ് എനിക്ക് ഈ ഒരു ഫേസിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒത്തിരി സ്പിരിച്വൽ എനർജി, അതുപോലെ തന്നെ ഇവിടെ സേക്രൽ ചക്ര ഹീലിങ്ങും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഞാൻ സേക്രൽ ചക്ര എന്ന് പറയുന്ന സമയത്ത് അത് സ്വാധിഷ്ഠാന ചക്രയാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതെങ്ങനെ ഹീൽ ചെയ്യാം, അതെന്തുകൊണ്ടിട്ടാണ് അങ്ങനെ എൻ്റെ ലൈഫിൽ ആ ഒരു എനർജി ബ്ലോക്ക് ആയിട്ടിരിക്കുന്നത്. മെയിനായിട്ട് സേക്രൽ ചക്ര ബ്ലോക്കേജ് വന്നിട്ട് നമ്മളുടെ സാഡ്നെസ്സാണ്. നമ്മളുടെ ലൈഫിൽ അനുഭവിക്കുന്ന പല പല നെഗറ്റീവ് സിറ്റുവേഷൻ എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ സേക്രൽ ചക്രയിലാണ്. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് കണ്ടംപ്ലേഷനാണ്. ഓക്കെ, ഈ ഒരു എനർജിയിൽ വന്നിട്ട് നിങ്ങൾ ക്വയറ്റായിട്ടിരിക്കുന്ന സമയത്ത്, ഓക്കെ, നിങ്ങളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണ സമയത്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ലഭിക്കുന്നതായിട്ടാണ്. ഓക്കെ, നമുക്ക് കൂടുതലായിട്ട് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 2. താങ്ക് യു. Pile number 2. Thank you. ഇവിടെ വന്നിട്ട് പൂൾസ് ഓഫ് എനർജി, ഐസ് ഏജ്, ഡോൾഫിൻ. ഓക്കെ, ഇവിടെ മെയിനായിട്ട് ഈ ഒരു സോളാർ എക്ലിപ്സിന് ശേഷം നിങ്ങളുടെ എനർജിയിലൊരു ഷിഫ്റ്റ് സംഭവിക്കുന്നതായിട്ട്, മാറ്റം സംഭവിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്കിൽ വന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡാണ്. കുറച്ചും കൂടെ താങ്ക്ഫുള്ളായിട്ടിരിക്കുക. നിങ്ങളുടെ ലൈഫിലുള്ള അബണ്ടൻസ്, നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള ബ്ലെസ്സിങ്സ്, കുട്ടികളായിരിക്കാം, ഫാമിലി ആയിരിക്കാം, അതിനെല്ലാം വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഗ്രേറ്റ്ഫുള്ളായിട്ട് ഇരിക്കുന്ന ആ ഒരു എനർജിയിലോട്ട് നിങ്ങൾ വരുന്നതാണ്. ഓക്കെ, ഇവിടെ വന്നിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് വന്നിട്ട് സ്നേഹം ചൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഐസേജ് വന്നിട്ട് കുറച്ച് പേരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഐസ് ബ്രേക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ടഫായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും നിങ്ങൾക്ക് എന്താ പറയുക, ആ ഒരു സ്റ്റേജ് തരണം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കുറച്ച് പേർക്ക് ഇത് ഇമോഷണൽ എനർജി ആയിരിക്കാം. നിങ്ങൾ കുറച്ചൊരു ഡിപ്രഷൻ്റെ എനർജിയിലോട്ട്, ഒരു മരവിപ്പിൻ്റെ എനർജിയിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫേസ് തരണം ചെയ്യാനായിട്ട്, അവിടെ ഒരു ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട്, ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആ ഒരു ന്യൂ ബിഗിനിങ്ങിലോട്ട്, ആ ഒരു ന്യൂ ഫേസിലോട്ട് നിങ്ങൾ കടക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഡോൾഫിൻ വന്നിട്ട് ഒരു പ്ലേഫുൾ എനർജിയാണ്, ഹാപ്പിനെസ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി എനർജി ഷിഫ്റ്റ്, ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി എനർജി ഷിഫ്റ്റ് നടക്കുന്നതാണ്. കുറച്ചും കൂടെ ഒരു പ്ലേഫുൾ എനർജിയിലിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുട്ടികളുടെ എനർജിയും നിങ്ങളിവിടെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ അത് ഹീലിങ്ങിലോട്ട് ഈ ഒരു സമയത്ത് വരുന്നതാണ്. കുറച്ച് പേർക്ക് കുട്ടികളുടെ ലൈഫിൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ കാണാനായിട്ട്, മാറ്റങ്ങൾ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ചും കൂടെ ക്യൂരിയസ് എനർജിയിലോട്ട് വരുന്നതാണ്. കുട്ടികൾ നമുക്കറിയാം, അവർ ഇന്നസെൻ്റ് ആയിട്ടുള്ള എനർജിയാണ്. അവർ എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുക, എല്ലാം അറിയാനായിട്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു എനർജിയിൽ നിങ്ങൾ വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഏരിയയിലും കുറച്ച് പേർക്ക് ട്രാൻസ്ഫോർമേഷൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു ഐസ് ഏജിൽ വന്നിട്ട് ഈ ഒരു ഗ്രോത്ത് സംഭവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു അക്സെപ്റ്റൻസിലോട്ട് വരുന്നതാണ്. നിങ്ങളെങ്ങനെയാണോ, നിങ്ങളെ അംഗീകരിക്കുക, നിങ്ങളുടെ ട്രൂത്ത് അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു സത്യസന്ധമായിട്ടുള്ള ആ ഒരു എനർജി അത് സ്വീകരിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ കൺട്രോൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കുറച്ച് പേർക്ക് ഔട്ട്കം ആയിരിക്കാം. എൻ്റെ ലൈഫിൽ ഇതുപോലെയൊക്കെ സംഭവിക്കണം, എന്നാൽ മാത്രമാണ് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, ആ ഒരു ഡിനയലിൻ്റെ എനർജി ആയിരിക്കാം. മറ്റുള്ളവരെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്ന എനർജി ആയിരിക്കാം. മറ്റുള്ളവരിങ്ങനെ പെരുമാറണം, അങ്ങനത്തെയൊക്കെ എനർജീസ് ആയിരിക്കാം. അതെല്ലാം കുറച്ച് പേര് റിലീസ് ചെയ്യാനായിട്ടും ഈ ഒരു ന്യൂ ബിഗിനിങ്ങിൽ, ഈ ഒരു ഫേസിൽ നിങ്ങൾ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ടിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ന്യൂ ബിഗിനിങ്സ്, ന്യൂ ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഈ ഒരു എനർജി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ഷാഡോ സൈഡാണ്. ആ ഒരു സൈഡ് നിങ്ങൾ കുറേ കൂടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലോട്ട്
കുറച്ചും കൂടെ ഒരു സെൽഫ് കമ്പാഷൻ, നിങ്ങളെ കുറച്ചും കൂടെ സ്നേഹിക്കാനായിട്ട്, കമ്പാഷൻ്റെ സ്നേഹത്തിൻ്റെ എനർജിയിൽ നിങ്ങളെ വീക്ഷിക്കാനായിട്ട്, അതുപോലെ തന്നെ ഫോർഗീവ്നെസ്, നിങ്ങളെ ഫോർഗീവ് ചെയ്യാനായിട്ട്, എന്തെങ്കിലുമൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഫീലിങ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അത് ബ്ലെയിം ആയിരിക്കാം, നിങ്ങളെ ബ്ലെയിം ചെയ്യുക, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗിൽട്ട് ഫീലിംഗ്, ഞാനിങ്ങനെ ചെയ്തല്ലോ, എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷെയിം, എന്തെങ്കിലുമൊക്കെ നാണക്കേടിൻ്റെ എനർജി, ജഡ്ജ്മെൻറ്റ്, നിങ്ങളെ തന്നെ സെൽഫ് ജഡ്ജ് ചെയ്യുക. ഓക്കെ, അതെല്ലാം റിലീസ് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഇവിടെ ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. അവിടെയെല്ലാം ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നതാണ്. കാരണം ആ ഒരു എനർജിയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഗ്രോത്തിനെ തടഞ്ഞു വെച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗ്രോത്തിൻ്റെ എനർജിയിലോട്ട് ആ ഒരു ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ ലൈഫിൽ ഒത്തിരി ഹാപ്പിനെസ്, ഒത്തിരി സന്തോഷം കടന്നു വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ന്യൂ ബിഗിനിങ്സ് സംഭവിക്കുന്നതാണ്. ഓക്കെ, ഐസ് ഏജ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഏജിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കൺസേൺസ് ഉണ്ട്. ഓക്കെ, ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിക്കുന്നതൊന്നും എനിക്ക് നേടാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, അതെല്ലാം ഈ ഒരു ഫേസിൽ, ഈ ഒരു ന്യൂ ബിഗിനിങ്ങിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് കമ്പാരിസൺ വന്നിട്ട് ഒരിക്കലും ഒരു മോട്ടിവേഷൻ അല്ല. ഹെൽത്തി കമ്പാരിസൺ ഓക്കെയാണ്. കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുലനം ചെയ്ത് നോക്കുക, എൻ്റെ ലൈഫ് മറ്റുള്ളവരുടെ ലൈഫായിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, അത് ഹെൽത്തി വേയിലാണ്, നിങ്ങൾക്ക് അതിലൊരു മോട്ടിവേഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷേ അതൊരു നെഗറ്റീവ് വേയിൽ നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുകയാണ് മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യത്തില്ല, അതെന്നെ ലാക്ക് മെൻറ്റാലിറ്റിയിലോട്ട് കൊണ്ടുപോകുന്നതാണ്. എനിക്ക് കുറവുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നത്. അത് തിരിച്ചറിയുമ്പോൾ ആ ഒരു ഫേസ് ബ്രേക്ക് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഇവിടെ ഒരു ബ്ലെസ്സിങ്, ആ ഒരു ന്യൂ ബിഗിനിങ്ങിലോട്ട് നിങ്ങൾ കടക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കൂടുതലായിട്ട് നമുക്ക് നോക്കാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇവിടെ വന്നിട്ട് ജസ്റ്റിസ്, സെവൻ ഓഫ് കപ്സ്. കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങൾ ഒത്തിരി റാഷ് ഡ്രൈവിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ബാലൻസിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ബാലൻസ്. ബാക്കിൽ വന്നിട്ട് ടു ഓഫ് കപ്സ്, എഗെയിൻ ബാലൻസ്, പാർട്ട്ണർഷിപ്പ്, ഹോം, ഫാമിലി. ഓക്കെ, അവിടെയെല്ലാം കുറച്ചും കൂടെ ഒരു ഹാർമണി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഹീലിങ്ങും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ്, ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. ഇവിടെ ജസ്റ്റിസിലും വന്നിട്ട് ഒരു ബാലൻസിൻ്റെ എനർജിയാണ്. ഓക്കെ, സെവൻ ഓഫ് കപ്സിൽ വന്നിട്ട് ഇത് ഷാഡോ ഹീലിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ഐസ് ഏജ്, ഈ ഒരു ന്യൂ ബിഗിനിങ്ങിൽ വന്നിട്ട്, ന്യൂ ഫേസിൽ വന്നിട്ട് ഒത്തിരി നിങ്ങളുടെ ഷാഡോ സൈഡിൽ ഹീലിംഗ് സംഭവിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് സെൽഫ് വർത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം. നിങ്ങളുടെ മൂല്യം, നിങ്ങളെ കാണുന്ന രീതി, നിങ്ങളെ മനസ്സിലാക്കുന്ന രീതി, അതിലെല്ലാം ഷിഫ്റ്റ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു ന്യൂ സൈക്കിളിൽ, ഈ ഒരു ന്യൂ ഫേസിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഷാഡോ സൈഡ് ഹീലിംഗ് ഈ ഒരു ഫേസിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഹീൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ബാലൻസ്, ഒത്തിരി ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലിങ്ങിലോട്ട് വരുന്നതാണ്. ഒത്തിരി കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടും ഈ ഒരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, ഈ ഒരു ന്യൂ ബിഗിനിങ്. ഓക്കെ, ഇവിടെ ഡോൾഫിൻ്റെ എനർജിയിൽ വന്നിട്ട് ഇവിടെ പേജ് ഓഫ് സോഡ്സ് ആൻഡ് ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇത് വന്നിട്ട് സാഡ്നെസ്സിൻ്റെ എനർജിയാണ്, നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ട എനർജീസാണ്. അത് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നഷ്ടപ്പെട്ടെന്ന് കരുതിയ ആ ഒരു പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട്, നിങ്ങളുടെ ലൈഫിലൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ഒരു പേജ് ഓഫ് സോഡ്സിലും വന്നിട്ട് നിങ്ങളുടെ ചിന്താരീതി, നിങ്ങൾ ചിന്തിക്കുന്ന രീതി, നിങ്ങളുടെ എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ,
ഓക്കെ, അതിലെല്ലാം ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, ഒത്തിരി ചേഞ്ചസ് എനിക്ക് ഈ ഒരു എനർജിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു എനർജി വന്നിട്ട് കുറച്ചൊരു ഫ്രീഡത്തിൻ്റെ എനർജിയാണ്. സ്വാതന്ത്ര്യത്തോടു കൂടി നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈഫിലെ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഈ ഒരു എനർജി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, കാരണം നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻസ് കൊണ്ടുവരുന്ന കഴിയുമ്പോൾ, നിങ്ങളുടെ സെൽഫ് എസ്റ്റീം, നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്ന രീതി, അവിടെയെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഷിഫ്റ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന പല സംഭവങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന രീതി, നിങ്ങൾ കണ്ടിരുന്ന രീതി, അതിലെല്ലാം ഷിഫ്റ്റ്, അതിലെല്ലാം ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു എനർജിയിൽ വന്നിട്ട്. ഓക്കെ, നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ സ്ട്രെങ്ത്ത്, നിങ്ങളുടെ പവർ റെക്കഗ്നൈസ് ചെയ്യുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഫസ്റ്റ് നിങ്ങളുടെ ഉള്ളിലാണ് ഹീലിംഗ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ഹാർട്ട് ചക്ര, നിങ്ങളുടെ കപ്പ് ഫിൽ ചെയ്തിരുന്നാൽ മാത്രമാണ് എനിക്ക് ആ ഒരു എനർജി മറ്റുള്ളവരിൽ ഷെയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഇൻഡിപെൻഡൻസിൻ്റെ എനർജി ആണെങ്കിലും സ്വാതന്ത്ര്യത്തിൻ്റെ എനർജി ആണെങ്കിലും ഫസ്റ്റ് അതെൻ്റെ ഉള്ളിൽ എനിക്ക് ഫീൽ ചെയ്യണം. ഓക്കെ, എൻ്റെ മനസ്സ് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് എനിക്കിരിക്കുന്ന സമയത്താണ് ആ ഒരു എനർജി എനിക്ക് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതെല്ലാം കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആ ഒരു ഏരിയയിലും ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് വന്നിട്ട് നിങ്ങൾ എക്സ്റ്റേണൽ സോഴ്സിൽ, മറ്റുള്ളവരിൽ നിങ്ങൾ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അഗെയിൻ ഇവിടെ പറഞ്ഞ ആ ഒരു കമ്പാരിസൻ്റെ എനർജിയാണ്. അതിൽ നിന്ന് നിങ്ങളുടെ സോഴ്സിൻ്റെ എനർജിയിലോട്ട് നിങ്ങളെന്താണ്, ലൈറ്റാണ്, പവറാണ്, ഈശ്വരൻ്റെ ആ ഒരു ചൈതന്യമാണ്, അതിലോട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാനായിട്ട് കുറച്ച് പേർക്ക് ഇവിടെ ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഇവിടെ 7 of Wands ആൻഡ് 2 of Pentaclesൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ 7 of Wandsൽ വന്നിട്ട് ഒത്തിരി റെസിസ്റ്റൻസിൻ്റെ എനർജിയാണ്. ഓക്കെ, നിങ്ങളെല്ലാ കാര്യങ്ങളോടും നോ പറയുക, നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്സിങ് വരണം, ഒത്തിരി അബണ്ടൻസ് വരണം, സക്സസ് വരണം എന്നൊക്കെ ഇവിടെ നിങ്ങൾക്ക് എനർജി അവൈലബിൾ ആണ്. പക്ഷെ അതിനോടെല്ലാം നോ പറയുക, അതിനെല്ലാം റെസിസ്റ്റ് ചെയ്യുക. ആ ഒരു എനർജിയിൽ ഒത്തിരി ഷിഫ്റ്റ് സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് സെൽഫ് അവെയർനെസ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്ന സമയത്തും ചിന്തിക്കുന്ന സമയത്തും അവെയർ ആയിട്ടിരിക്കുക. ഓക്കെ, ഞാനിത് ചെയ്യുന്നുണ്ട്, ഈ ആക്ഷൻ എടുക്കുന്നുണ്ട്. അതായത് കുറച്ചുകൂടെ പ്രസൻറ്റ് മൂമെൻ്റ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും ഈ ഒരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആ ഒരു ഏരിയയിലും ഷിഫ്റ്റ് സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് പാസ്റ്റ് ഇസ് ഗോൺ, പാസ്റ്റിലെ കാര്യങ്ങൾ കഴിഞ്ഞു പോയി, അതിൽ നമ്മൾ എനർജി വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, റെസിസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അത് തിരിച്ചറിഞ്ഞിട്ട് കുറച്ചും കൂടെ പ്രസൻറ്റ് മൂമെൻ്റ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ആ ഒരു ഏരിയയിൽ ഷിഫ്റ്റ് സംഭവിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട്, ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഓവറായിട്ട് വറി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, പ്രസൻറ്റ് മൂമെൻറ്റിൽ ഇപ്പോഴെന്താണോ ഉള്ളത് ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ടും കുറച്ച് പേർക്ക് ഇവിടെ ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒത്തിരി ഹീലിംഗ് കൊണ്ടുവരുന്നതാണ്, ഒത്തിരി പീസ്ഫുൾ എനർജി ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പാഷൻ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ലൈഫിലുള്ള നഷ്ടപ്പെട്ടു പോയ ആ ഒരു പാഷൻ, ആ ഒരു സ്നേഹം, അതെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഈ ഒരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എഗെയിൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ ഒപ്റ്റിമിസം, കുറച്ചും കൂടെ എന്തൂസിയാസം, അതെല്ലാം കൊണ്ടുവരാനായിട്ട് ഈ ഒരു എനർജി. ഇവിടെ നെക്സ്റ്റ് വന്നിട്ട് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ന്യൂ ബിഗിനിങ്, ന്യൂ സ്റ്റാർട്ട്. ഓക്കെ, അതെല്ലാം കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു എനർജി ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് കൊളാബറേഷൻ്റെ എനർജിയാണ്. എന്താ പറയുക, പാർട്ട്ണർഷിപ്പ്, എല്ലാവരും ചേർന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം നിങ്ങളുടെ ലൈഫിൽ വേറെ എന്ത് മെസ്സേജസ് ആണോ ഉള്ളത്, എന്ത് കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നത് ഈ ഒരു സമയത്ത്, സോളാർ എക്ലിപ്സിന് ശേഷം എന്ത് എനർജീസാണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ്, ട്രാൻസ്ഫോർമേഷനാണ് കടന്നു വരുന്നത്. പൈൽ നമ്പർ 2യുടെ ലൈഫിൽ വാവ്, എംപ്രസ്. കുറച്ച് പേര് ഇവിടെ പ്രഗ്നൻസി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. ഇവിടെയും നമുക്ക് കുട്ടികളുടെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഫെർട്ടിലിറ്റി ഇഷ്യൂസ്,
ചിലപ്പോൾ ഒത്തിരി ഡിപ്രഷൻ്റെ എനർജിയിലോട്ട് പോയിട്ടുണ്ടാകാം. ഓക്കെ, ഒത്തിരി ലോവർ എനർജിയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഹീൽ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു വിഷ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ സ്റ്റേബിൾ എനർജി. കുറച്ച് പേർക്ക് ഇത് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ന്യൂ ബിഗിനിങ് ആയിരിക്കാം, ന്യൂ സ്റ്റാർട്ട് ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നത്. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകാം. മെയിനായിട്ട് പാസ്റ്റ് 9 months ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫിസിക്കൽ റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് പേർക്ക് ഇവിടെ ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. വേറെ എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണ്? ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഒത്തിരി ന്യൂ ബിഗിനിങ്സ് ഈ ഒരു ആഫ്റ്റർ സോളാർ എക്ലിപ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി ഗ്രോത്ത്, ഒത്തിരി സ്റ്റെബിലിറ്റി, മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഹാർട്ട് ചക്ര, നിങ്ങളുടെ ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒത്തിരി ഹീലിങ്ങിൻ്റെ എനർജി ഓക്കെ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വാവ്. വേറെ എന്തൊക്കെ മെസ്സേജസ് ആണുള്ളത്? വേറെ എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടോ സ്പിരിറ്റ് ഗൈഡ്സ്? താങ്ക് യു. പൈൽ നമ്പർ 2, പേജ് ഓഫ് സോഡ്സ്. കുറച്ച് പേർക്ക് ഇവിടെ ലേണിംഗ് ഫേസ്, നിങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് ആ ഒരു ലേണിംഗ് ഫേസ് ബിഗിൻ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്സ്, ഹയർ എഡ്യൂക്കേഷൻ, നിങ്ങൾ പഠിച്ച കോഴ്സ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് ഓക്കെ അതെല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി നാളായിട്ട് നിങ്ങൾ എന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒത്തിരി ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് പഠനം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട്, നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്യുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ടെക്നോളജി ആയിട്ട്, ഇന്നൊവേഷനായിട്ട്, ഓക്കെ IT അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ന്യൂ ബിഗിനിങ്ങുമാകാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസ്കഷൻസ്, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ബിഗിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടും ഈ ഒരു ഫേസിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വൺ മോർ കാർഡ്. ഫൈനൽ മെസ്സേജ് എന്താണ് സ്പിരിറ്റ് ഗൈഡ്സ്? വേറെ എന്ത് മെസ്സേജ് ആണുള്ളത്? താങ്ക് യു. ഹാങ്ഡ് മാൻ 12. നമ്പർ 12 സിഗ്നിഫിക്കൻ്റ് ആയിരിക്കാം. അതുപോലെ തന്നെ 21 ചിലപ്പോൾ കുറച്ച് പേരുടെ ബർത്ത് ഡേറ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ വിത്തിൻ 12 days, 12 weeks, 21 days, 21 weeks. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഇത് 3 weeks ആയിരിക്കാം. 3യുടെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 3 days, 3 weeks. ആ ഒരു സമയത്തും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇൻസ്പിറേഷൻസ് വരുന്നുണ്ടാകാം, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നുണ്ടാകാം. ആ ഒരു എനർജി കൊണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, പുതിയതായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഇവിടെ ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേരുടെ ലൈഫ് സ്റ്റക്കായിട്ടിരുന്നിട്ടുണ്ട്, ഡിപ്രഷൻ കൊണ്ടിട്ട്, മണി ഫിനാൻസിലൊരു ബ്ലോക്കേജ് കൊണ്ടിട്ട്, എന്തുമായിക്കോട്ടെ അവിടെ ഒരു ഷിഫ്റ്റ്, അവിടെ ഒരു ട്രാൻസ്ഫോർമേഷനും ഈ ഒരു എനർജി കൊണ്ടുവരുന്നുണ്ട്. ഒത്തിരി ക്രിയേറ്റീവ് എനർജി ഓക്കെ ഈ ഒരു ഏസ് ഓഫ് കപ്സിലും ഒത്തിരി ക്രിയേറ്റീവ് എനർജി ഇവിടെ ഫ്ലോ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേര് ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകാം, എന്തെങ്കിലുമൊക്കെ ഇൻസ്പിറേഷൻ കിട്ടിയിട്ട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 3, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ലിസണിങ്. ലിസൺ ആൻഡ് ദ ആൻസർ വിൽ ബി റിവീൽഡ്. ഓക്കെ, ഇവിടെ ലിസൺ ചെയ്യാനായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി, ആ ഒരു പവർ നിങ്ങളുടെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. ഇത് കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആയിരിക്കാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ടുള്ള ആ ഒരു പവർ ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് പേർക്ക് മറ്റുള്ളവർ പറയുന്ന സമയത്ത് നിങ്ങൾ ഓവറായിട്ട് റിയാക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിവിടെ ഷിഫ്റ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ലിസൺ ചെയ്യാനായിട്ട് എന്താണ് പറയുന്നത്, അതിനുശേഷം ആലോചിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു പവർ നിങ്ങളുടെ കൂടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ആനിമൽ സ്പിരിറ്റ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് കൂടുതലായിട്ട് നോക്കാം. പൈൽ നമ്പർ 3. Pile number 3. ആർക്കേഞ്ചൽ റാഫേലാണ് വന്നേക്കുന്നത്. ആർക്കേഞ്ചൽ റാഫേൽ വന്നിട്ട് ഹീലിങ്ങിൻ്റെ എനർജിയാണ് കൊണ്ടുവരുന്നത്. ഹീലിംഗ് ആൻഡ് അബണ്ടൻസ് ആർ കമ്മിങ് ടു യു. ഒത്തിരി ഹീലിംഗ് എനർജി ഇത് വന്നിട്ട് നിങ്ങളുടെ ന്യൂ ബിഗിനിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനിയൊരു നെക്സ്റ്റ് ഫേസിലോട്ട്, നെക്സ്റ്റ് സൈക്കിളിലോട്ട് നിങ്ങൾ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ എനർജി ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി റിലീസിങ് സംഭവിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ റിലീസിങ് സംഭവിച്ചു കഴിയുമ്പോൾ ഒത്തിരി അബണ്ടൻസ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നതാണ്. ബർത്ത്. ബി റിസെപ്റ്റീവ് ടു എ ന്യൂ ഐഡിയ, ചൈൽഡ് ഓർ സിറ്റുവേഷൻ. ആർക്കേഞ്ചൽ യൂറിയൽ, എഗെയിൻ നിങ്ങൾക്ക് ആർക്കേഞ്ചലാണ് വന്നേക്കുന്നത്. ബിക്കം എ പീസ് അംബാസഡർ. നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് മെയിൻ ഒരു ഷിഫ്റ്റ് ചേഞ്ച് സംഭവിക്കുന്നത് നിങ്ങളുടെ ഹാർട്ട് ചക്രയിലാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടെ പീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുമോ അതെല്ലാം നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ബാക്കിൽ വന്നിട്ട് ഡിവൈൻ സൈറ്റാണ്. സീ ദ ഡിവൈൻ ഇൻ എവ്രി വൺ. ആരെയും വേർതിരിച്ച് കാണാതിരിക്കുക. എല്ലാവരിലും ആ ഒരു ഡിവൈൻ എനർജി ഉണ്ട്, ഡിവൈൻ പവർ ഉണ്ട്. ചിലവർ വന്നിട്ട് അവർക്കതിൻ്റെ ആ ഒരു പവർ മനസ്സിലാകുന്നുണ്ടാകില്ല. അവരിൽ നിന്നിട്ട് അത് മറഞ്ഞിരിക്കുന്നുണ്ടാകാം. അവരെ കൊണ്ടിട്ട് പല നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യിക്കുന്നുണ്ടാകാം. പക്ഷേ മെയിൻ എസെൻസ് വന്നിട്ട് എല്ലാവരുടെയും ഉള്ളിൽ ആ ഒരു മെയിൻ എസെൻസ് വന്നിട്ട് സ്നേഹമാണ്, കാരുണ്യമാണ്, ഡിവൈൻ എനർജിയാണ്. ഓക്കെ, അത് കുറച്ച് പേര് ഇവിടെ തിരിച്ചറിയുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് പേർക്ക് ഇവിടെ സേക്രൽ ചക്ര ഹീലിംഗ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്വാധിഷ്ഠാന ചക്ര, സെക്കൻഡ് ചക്ര. ഓക്കെ, റൂട്ട് ചക്രയുടെ മുകളിലുള്ള ചക്രയാണ്. അതിലൊത്തിരി ഹീലിംഗ്. സേക്രൽ ചക്ര നമ്മളുടെ ബ്ലോക്ക് ആകുന്നത് എപ്പോഴും ഒത്തിരി നെഗറ്റീവ് സിറ്റുവേഷൻ, ഒത്തിരി സാഡ്നെസ്, ഒത്തിരി ഡിപ്രഷൻ്റെ എനർജിയിലോട്ട് പോകുമ്പോൾ ആ ഒരു എനർജി എല്ലാം സേവ് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മുടെ സേക്രൽ ചക്രയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫെർട്ടിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, നമ്മുടെ ക്രിയേറ്റിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ബ്ലോക്കേജ് സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയിൽ ഷിഫ്റ്റ്, ചേഞ്ച്, പീസ് കൊണ്ടുവരാനായിട്ടാണ് നിങ്ങളെ ഈ ഒരു സോളാർ എക്ലിപ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് വന്നിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ഡീപ്പറായിട്ട്, കുറച്ചും കൂടെ ആഴത്തിൽ ചിന്തിക്കാനായിട്ട്, കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട്, സ്പിരിച്വൽ രീതിയിൽ നിങ്ങളെ കാര്യങ്ങളെ സമീപിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളുടെയും ഒരു ബിഗ് പിക്ചർ, ആ പൂർണ്ണരൂപം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ബോഡി തന്നെ നിങ്ങൾക്ക് പല മെസ്സേജസും ഓൾറെഡി നൽകിയിട്ടുണ്ടാകാം. ഓക്കെ, അതിൽ നിന്നെല്ലാം നിങ്ങൾ റിലീസ് ആഗ്രഹിച്ചിട്ടുണ്ടാകാം. പക്ഷെ പല അറ്റാച്ച്മെൻറ്റ്സ്, പല അഡിക്ഷൻസ് കൊണ്ടിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ അതിലെല്ലാം മാറ്റം വരുന്നതായിട്ട്, നിങ്ങൾ എന്താണോ ഹാങ് ചെയ്ത് ഇരുന്നുകൊണ്ടിരുന്നത് ആ ഒരു എനർജി, ആ ഒരു പാസ്റ്റ് നിങ്ങളെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, ഡീടോക്സ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ വൺ അറ്റ് എ ടൈം, ഓരോന്നായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്നിട്ട് റിലീസ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു സെൽഫ് ജഡ്ജ്മെൻറ്റ്, നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന രീതി, അതെല്ലാം റിലീസ് ചെയ്തിട്ട് നിങ്ങളുടെ എനർജി റിസ്റ്റോർ ചെയ്യാനായിട്ട്, നിങ്ങളുടെ എനർജി ആ ഒരു ഫ്ലോയിലോട്ട് കൊണ്ടുവരാനായിട്ട് ഈ ഒരു സോളാർ എക്ലിപ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ്, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. അത് നിങ്ങളെ ഹീൽ ചെയ്യാനായിട്ട് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഫ്ലവേഴ്സിൻ്റെ എനർജി,
ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നേച്ചറായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചെരുപ്പിടാതെ കുറച്ച് സമയം പുല്ലിൽ കൂടെ മണ്ണിൽ കൂടെ ഓക്കെ, ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യുന്നതും നിങ്ങളെ ഈ ഒരു സമയത്ത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒത്തിരി ട്രിഗേഴ്സ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനോടെല്ലാം നിങ്ങൾ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് സ്വീകരിക്കുക. ഒത്തിരി റിയാക്ഷൻ കൊടുക്കാതിരിക്കുക. കാരണം നമ്മുടെ ഹീലിംഗ് പ്രോസസ്സിൽ വന്നിട്ട് നമ്മുടെ അടിയിൽ ഉള്ള കാര്യങ്ങൾ അത് സർഫസ് ലെവലിലോട്ട് വരുന്നതാണ് ഹീലിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ആ ഒരു ഗൈഡൻസും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻ ഷിഫ്റ്റ് വന്നിട്ട് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലിംഗ് ആണ്. സമാധാനം കൊണ്ടുവരാനായിട്ട്, ഒരു ഗ്രൗണ്ടിങ് എനർജിയിലോട്ട് വരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു ന്യൂ ഫേസിൽ, നിങ്ങൾ ആ ഒരു ന്യൂ ഫേസ് ഇതെല്ലാം കണക്ട് ചെയ്തേക്കുന്ന എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഹീലിങ്ങും ഈ ഒരു ന്യൂ ഫേസും, ഈ ഒരു ഫേസിൽ വന്നിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നിങ്ങളിവിടെ ലൈഫിൽ കുറച്ചും കൂടെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നതാണ്. നിങ്ങൾ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ, നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, നിങ്ങളുടെ ലൈഫിലൊരു ഫ്രഷ് സ്റ്റാർട്ട്, ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ്. ആ ഒരു ഫേസിൽ വന്നിട്ട് കുറച്ചും കൂടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾ ആ ഒരു സൈക്കിളിലോട്ട് കടക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഇവിടെ മെഡിസിൻ, ഹീലിംഗ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ ബർത്ത് വന്നിട്ട് നമ്പർ 2 ആണ് കാണിക്കുന്നത്. ഇത് നമ്പർ 40, ഇത് നമ്പർ 38. ഓക്കെ, കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഏജിനെ കുറിച്ചിട്ട്. നിങ്ങൾക്ക് ഏജായി, ഇനി ഇതിനെക്കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ട് എന്താണ് കാര്യം, ഇതൊക്കെ റിലീസ് ചെയ്തിട്ട് എന്താണ് കാര്യം. ആ ഒരു എനർജിയിൽ നിന്ന് കുറച്ചൊന്ന് ഷിഫ്റ്റ് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. ഏജ് എത്രയും ആയിക്കോട്ടെ, നോളേജ്, അറിവ്, ഹീലിംഗ് അതെല്ലാം നമ്മുടെ സോളിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് തിങ്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിനെ അത് എൻഹാൻസ് ചെയ്യാനായിട്ട് പോസിറ്റീവ് രീതിയിൽ നിങ്ങളുടെ ആ ഒരു സോൾ ഗ്രോത്തിന് നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു കൺസേൺസ് നിങ്ങൾ മാറ്റുക. ഓക്കെ, ഏജ് ഒന്നിനും ഒരു ലിമിറ്റല്ല. ചിലപ്പോൾ ഈ ഒരു ടൈമിലായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ്, ഈ ഒരു കാര്യം എത്തേണ്ടത്. ആ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. അത് കുറച്ച് പേരോട് ട്രസ്റ്റ് ചെയ്യാനായിട്ടും ഇവിടെ പറയുന്നുണ്ട്. കാരണം ഈ പൈൽ സെലക്ട് ചെയ്തവരിൽ എല്ലാ കാര്യങ്ങളെയും നിങ്ങളൊരു എന്താ പറയുക, ഒരു നെഗറ്റീവ് രീതിയിൽ, അല്ലെങ്കിൽ ഇത് സംഭവിക്കുമോ, ഇത് സത്യമാണോ, ഇതിലെന്തെങ്കിലും ട്രൂത്ത് ഉണ്ടോ, അങ്ങനത്തെ വിശ്വാസമില്ലാത്ത എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് നിങ്ങൾ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ ടാരോട്ട് കാർഡ് കാണുന്നത് അല്ലെങ്കിൽ ടാരോട്ട് റീഡിംഗ് കാണുന്നത് പ്രഡിക്ഷനേക്കാൾ ഉപരിയായിട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഹീലിംഗ് ആണ് നൽകുന്നത്. നമ്മളെക്കുറിച്ചിട്ടുള്ള അവെയർനെസ്, നമ്മളെ ഹീൽ ചെയ്യാനായിട്ട്, നമ്മളുടെ ഷാഡോ സൈഡ് മനസ്സിലാക്കാനായിട്ടാണ് ടാരോട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇത് എല്ലാവർക്കുമുള്ള മെസ്സേജ് അല്ല, കുറച്ച് പേരുടെ എനർജി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് മാറട്ടെ. നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ ബർത്തിൻ്റെ എനർജിയാണ്. ബി റിസെപ്റ്റീവ് ടു എ ന്യൂ ഐഡിയ, ചൈൽഡ് ഓർ എ സിറ്റുവേഷൻ. ഇവിടെ വന്നിട്ട് എഗെയിൻ ആ ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ഒരു ന്യൂ ബിഗിനിങ് ആണ്. കുറച്ച് പേർക്ക് ഹീലിംഗ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അതും ഇവിടെ ഹീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് വന്നിട്ട് ചൈൽഡ് മദർ റിലേഷൻഷിപ്പാണ്. കുറച്ച് പേർക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ന്യൂ ബിഗിനിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ പുതിയ ഐഡിയാസ് വരുന്നുണ്ടാകാം, പുതിയ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇൻസ്പിറേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. അത് ഒത്തിരി അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ്, പാരൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഹീലിംഗ് ആണ്. ആ ഒരു ബാഗേജ്, ആ ഒരു ഭാരം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ടും ആ ഒരു ഏരിയയിൽ ട്രാൻസ്ഫോർമേഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് കുട്ടികളായിട്ട്, ചൈൽഡായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം, എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം. ഓക്കെ,
അവിടെയും ഇത് ചിലപ്പോൾ കുട്ടികളുടെ എന്തെങ്കിലും കാര്യങ്ങളും ആകാം, അവരുടെ എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻസ്, അവരുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിലും ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, ഒത്തിരി മാറ്റങ്ങൾ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. താങ്ക് യു. കുറച്ച് പേര് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ഈ റീഡിങ് കാണുന്നുണ്ടാകുക. അതാണ് ഒത്തിരി കുട്ടികളുടെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നത്. താങ്ക് യു. താങ്ക് യു. Four of Wands, Two of Pentacles, Knight of Pentacles, Lovers, King of Pentacles, wow, the Magician. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ഫാമിലി, ഹോം, റിലേഷൻഷിപ്പ്, ഓക്കെ, ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിലായിരിക്കാം. അവിടെ ഒരു ഷിഫ്റ്റ്, അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എനർജി കുറച്ചും കൂടെ ഗ്രൗണ്ട് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ചും കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്സ് മാനേജ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് നിറവേറ്റാനായിട്ട്, കുറച്ചും കൂടെ ഈസി ആയിട്ട് നിറവേറ്റാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേര് വന്നിട്ട് നിങ്ങളുടെ ഉള്ളിലൊരു സ്ട്രോങ് ഒരു ഫീലിംഗ് വരുന്നതാണ്. നിങ്ങളുടെ ഫിസിക്കൽ വെൽബീയിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ വെൽബീയിങ്, മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ആ ഒരു വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നതാണ് ഈ ഒരു ഫേസിൽ വന്നിട്ട്. ഓക്കെ, ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ട് കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ലൈഫിലുള്ള മാനിപ്പുലേറ്റീവ് എനർജി ആയിരിക്കാം, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ അഡിക്ഷൻസ് ആയിരിക്കാം. കുറച്ച് പേർക്ക് പൈസയായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു എനർജി ഹീലിങ്ങിലോട്ട് വരുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി, നിങ്ങൾ അബണ്ടൻ്റ് ആണ്, നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി കഴിവുകളുണ്ട്, ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ അതൊന്നും കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നിങ്ങളുടെ മൈൻഡ് കാമല്ല. പല പാസ്റ്റിലെ എനർജീസും നിങ്ങളെ എന്താ പറയുക, പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ആ നെഗറ്റിവിറ്റി എല്ലാം റിലീസ് ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആ ഒരു എനർജിയിൽ ഷിഫ്റ്റ് കൊണ്ടുവരാനായിട്ട്, കുറച്ചുകൂടെ സമാധാനം കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഇവിടെ യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ 4 of Wands and 2 of Pentacles വന്നിട്ടുണ്ട്. എഗെയിൻ നിങ്ങളുടെ ഹോം, ഫാമിലി, നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ്, നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെ എനർജി, അവിടെ ഒരു ഹീലിംഗ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളൊരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യണ സമയത്ത്, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആ ഒരു രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഹാൻഡിൽ ചെയ്ത് തുടങ്ങുമ്പോൾ ഒത്തിരി അബണ്ടൻസ്, ഒത്തിരി ഹീലിംഗ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു ന്യൂ ബിഗിനിങ്ങിൽ സാധിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു സ്റ്റെബിലിറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ ഒത്തിരി ബാലൻസ്, ഒരു സ്റ്റെബിലിറ്റി ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു എനർജിയിൽ വന്നിട്ട് കുറച്ചും കൂടെ കോൺഫിഡൻസോടുകൂടി ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കാനായിട്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് പല കാര്യങ്ങളും പറയാനായിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട് തുറന്നു പറയാനായിട്ട്, ഓക്കെ, നിങ്ങൾ എന്താണോ ബിലീവ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഉറച്ചു നിൽക്കാനൊക്കെ ആയിട്ട് ഈ ഒരു സൈക്കിള് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ചും കൂടെ ലൈഫിനെ കുറച്ചും കൂടെ ഒരു ബിഗ് ക്യാൻവാസിൽ കാണാനായിട്ട്, കുറച്ചും കൂടെ നിങ്ങളുടെ ഡ്രീംസ്, ചെറിയ ചെറിയ ഡ്രീംസ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ വിശാലമായിട്ട് ആ ഒരു ഏരിയയിൽ കുറച്ചും കൂടെ ഒരു എക്സ്പാൻഷൻ കൊണ്ടുവരാനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു ഫേസിൽ വന്നിട്ട് ഹോം,
നിങ്ങൾക്ക് വീട് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ട്രാവൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, അതെല്ലാം മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 6 ഓഫ് സോഡ്സിൻ്റെ എനർജി, എഗെയിൻ ട്രാവൽ ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി പീസിൻ്റെ എനർജി, സ്ട്രോങ് ആയിട്ട് സ്റ്റാൻഡ് എടുക്കുക, കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജി. ഇവിടെ 10 ഓഫ് കപ്സ്, ഒത്തിരി ഹാപ്പിനെസ്, സന്തോഷം, ഓക്കെ, ആ ഒരു എനർജിയും എനിക്ക് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ നോക്കാം വേറെ എന്തൊക്കെ എനർജീസാണ് പൈൽ നമ്പർ 3യുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത്, എന്തെല്ലാം ട്രാൻസ്ഫർമേഷനാണ് വരുന്നത് പൈൽ നമ്പർ 3യുടെ ലൈഫിൽ. താങ്ക് യു. പൈൽ നമ്പർ 3. ടെമ്പറൻസ്, ബാലൻസ്. നിങ്ങളുടെ ഫെമിനിൻ ആൻഡ് മാസ്കുലിൻ സൈഡിലൊരു ബാലൻസ് ഇവിടെ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ എനർജിയാണ്. ആർക്കേഞ്ചൽ മൈക്കിൾ വന്നിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട്, ടഫായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നിട്ട് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ടും ഈ ഒരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എഗെയിൻ ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ നമ്മൾ ട്രഡീഷണൽ ടാരോയിൽ വന്നിട്ട് ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ എനർജിയിൽ ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വരുന്നത്. അപ്പോൾ അതിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങളായിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ പാറ്റേൺസ് ആയിക്കോട്ടെ, അതെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ച് പേർക്ക് നെഗറ്റീവ് അറ്റാച്ച്മെൻറ്റ്സ് ആയിരിക്കാം, ടോക്സിക് ആയിട്ടുള്ള എനർജി നിങ്ങൾക്ക് നിങ്ങളുടെ ഓറയിൽ ഉണ്ടാകാം, അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. അതെല്ലാം കട്ട് ചെയ്തിട്ട് നിങ്ങളെ ഇവിടെ ഒരു ബാലൻസിലോട്ട് കൊണ്ടുവരാനായിട്ട് ഈ ഒരു എനർജി ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ചും കൂടെ കോൺഫിഡൻസ് കൊണ്ടുവരാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഗവൺമെൻറ് ജോബ്, മിലിറ്ററി, എന്തെങ്കിലും അങ്ങനത്തെ സർവീസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് കുറച്ച് പേർക്ക് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതാണ്. പോലീസ്, മിലിറ്ററി, നേവി, ഓക്കെ, അങ്ങനത്തെയൊക്കെ ആഗ്രഹങ്ങൾ. നെക്സ്റ്റ് ഇവിടെ വന്നിട്ട് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ മണി ഫിനാൻസിനെ നിങ്ങൾ കാണുന്ന രീതി, നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, അതിലൊത്തിരി ചേഞ്ചസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് മണി മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് ആ ഒരു മണി കിട്ടിയിരുന്നെങ്കിൽ ഈ ഒരു കാര്യം എനിക്ക് മേടിക്കാമായിരുന്നു, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏസ് ഓഫ് സോഡ്സ്, ഇവിടെ ന്യൂ ഇൻസ്പിറേഷൻ, ന്യൂ പാഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. അഗെയിൻ ന്യൂ ഐഡിയ. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് അഗെയിൻ ആ ഒരു റിലീസിൻ്റെ എനർജിയാണ്. പാസ്റ്റിലെ കാര്യങ്ങൾ കൊണ്ടിട്ട് നിങ്ങളുടെ ക്രൗൺ ചക്ര ബ്ലോക്ക് ആയിട്ടിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, വ്യക്തതയില്ല, എന്താണ് ചെയ്യേണ്ടത്, അതിലെല്ലാം ഒരു ബ്ലോക്കേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഹീലിംഗ് ലഭിക്കുന്നതാണ്, ഒരു പ്യൂരിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ടു ഓഫ് കപ്സ്, ബ്യൂട്ടിഫുൾ. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ടുള്ള ആ ഒരു യൂണിയൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് പാർട്ട്ണർഷിപ്പിൻ്റെ എനർജിയാണ്. രണ്ടുപേരും ചേർന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പ് ഹീലിംഗ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഒരു ഹീലിങ്ങിലോട്ട് വരുന്നതാണ്. ഒരു യൂണിറ്റിയുടെ എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും വ്യൂസ്, ഓക്കെ, നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കാം, പക്ഷേ എന്താ പറയുക, ഒരു മ്യൂച്വൽ ഒരു റെസ്പെക്റ്റിലോട്ട് വരുന്നതായിട്ട് കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും അവരവരുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക, ഓക്കെ, ആ ഒരു എനർജിയിലോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് സ്പേസ് കൊടുക്കുന്ന ഒരു എനർജിയാണ്.
നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ, റിലേഷൻഷിപ്പിൽ നമുക്ക് നമ്മളുടേതായ കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു ഫ്രീഡം ലഭിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ആ ഒരു എന്താ പറയുക, ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ അതിന് നിങ്ങൾക്കൊരു പിന്തുണ, നിങ്ങൾക്കൊരു സപ്പോർട്ട് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നിട്ട്. വേറെ എന്ത് ബ്ലെസ്സിങ് ആണുള്ളത്? നൈറ്റ് ഓഫ് സോഡ്സ്. കുറച്ച് പേർക്ക് വാഹനം മേടിക്കാനുള്ള ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ബാക്കിൽ വന്നിട്ട് 9 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഒത്തിരി പ്രൊട്ടക്ഷൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പാസ്റ്റിലെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ്. കുറച്ചും കൂടെ കംഫർട്ട് കൊണ്ടുവരാനായിട്ടുള്ളൊരു ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് സ്പോർട്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ് ലഭിക്കുന്നുണ്ടാകാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ജോലി ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് വന്നിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് സോളോ ട്രിപ്പാണ്. ഒത്തിരി നാളായിട്ട് നിങ്ങളൊരു ട്രിപ്പ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ ആകുന്നതാണ്. കുറച്ച് പേർക്ക് പ്രോപ്പർട്ടി ആയിട്ട്, ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് ആയിരിക്കാം. അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 3 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.